ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ഉപദേശത്തിൻ്റെ പ്രാധാന്യതയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ കർത്തൃമേശ തുടരുക എന്നതാണ്. കർത്താവ് വന്നാൽ പിന്നെ കർത്തൃമേശ കാണുകയില്ല. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വ്യവസ്ഥിതികളെല്ലാം മാറും. ആരാധന തടസ്സപ്പെടും. ഭൂമിയെ ബാധിക്കുന്ന ഭീകര സംഭവങ്ങൾ നടക്കും. ആകാശത്തിൻ്റെ ശക്തികളെല്ലാം ഇളകുന്നതിനാൽ മനുഷ്യജീവിതം ദുസ്സഹമായി മാറും. സാത്താന്യ ശക്തികൾക്ക് അന്തിമ പ്രകടന സമയങ്ങളായി ലഭിച്ചതിനാൽ മനുഷ്യർ നിർജീവന്മാരായിത്തീരും. ഇതൊന്നും ഇന്ന് വരെ കാണാത്തതിനാൽ ക്രിസ്തു മടങ്ങി വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ടില്ല എന്ന് മനസ്സിലാക്കാം. ക്രിസ്തുവിൻ്റെ സഭ ഇന്നും ഭൂമിയിൽ തന്നെ ഉണ്ട്. 260 അധ്യായങ്ങളുടെ പുതിയ നിയമത്തിൽ 318 വാക്യങ്ങളിൽ കർത്താവിൻ്റെ വരവിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലെ 25 വാക്യങ്ങളിൽ 1 എന്ന ക്രമത്തിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പല മടങ്ങു വാക്യങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ എന്ന് പൗലോസ് പറയുന്നത് കർത്താവ് വരുന്നതും സഭ ഉൽപ്രാവണത്തിലൂടെ സ്വർഗത്തിൽ പോകുന്നതും അറിയിച്ച ശേഷമാണ്. 1 തെസ്സലോനിക്കർ 4 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ജനത്തെ ആശ്വസിപ്പിൻ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോട് സംസാരിച്ചു. അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാവങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവിൻ. സുവാർത്തദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്തദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. യെശയ്യാപ്രവചന പുസ്തകം 40 അധ്യായം 1, 2, 9, 10 വാക്യങ്ങൾ. യഹോവയുടെ വരവിനെ ഓർമ്മിപ്പിച്ച് തമ്മിൽ ധൈര്യപ്പെടുത്തുവാൻ ഈ കൽപ്പന പറയുന്നു. 1 തെസ്സലോനിക്കർ ലേഖനം 4 അധ്യായം 17 വാക്യം. ഈ സത്യവിശ്വാസിയിൽ സംഭവിക്കാനുള്ള ഈ മഹൽ സംഭവങ്ങൾ ഭാഗ്യകരമായ പ്രത്യാശ ഉളവാക്കുന്നു. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. തീത്തോസ് 2 അധ്യായം 12, 13 വാക്യങ്ങൾ. അന്ത്യകാലത്ത് മനുഷ്യർ പരിഹാസ വിഷയമാക്കുന്ന ഒരു വിഷയമാണ് കർത്താവിൻ്റെ മടങ്ങിവരവും അന്ത്യകാല സംഭവങ്ങളും. പക്ഷേ ദൈവജനങ്ങൾക്ക് ആ ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തി വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരാകുവാൻ കഴിയുന്നു. 2 പത്രോസ് 3 അധ്യായം 3 വാക്യം, 4, 11, 12 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഒരുക്കത്തിനും വിശ്വസ്തതയ്ക്കും ജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നതിനും സ്വയത്തെ വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനും ക്രിസ്തുവിൽ തന്നെ വസിക്കുന്നതിനും ഇടവരുത്തുന്നു. മത്തായി 24 അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 21 അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 2:28. വിശുദ്ധന്മാർക്ക് ക്ഷമയോടെ കാത്തിരിക്കുവാൻ മനസാക്ഷി ഉണർത്തുന്ന ഉപദേശമാണിത്. അവൻ എപ്പോൾ വരുമെന്ന് അറിയാകിയാൽ യാമം നോക്കി കാത്തിരിക്കുന്നവരെ പോലെ നാം ആയിരിക്കേണ്ടതാണ്. എബ്രായർ 9:28. ഏത് നേരത്തും ആമേൻ, കർത്താവായ യേശുവേ വരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനാ വിഷയമാകുന്നു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 20 വാക്യം. ഈ വചനങ്ങളാൽ
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.